മനുവിന്റെ വീട്ടിലെത്തിയ തുളസിയുടെ മുഖത്ത് വല്ലാത്തൊരു സന്തോഷം നിറഞ്ഞിരുന്നു. എന്നാൽ ജലജയുടെയും ശാലിനിയുടെയും മുഖം വീർത്ത് പൊട്ടാനായി. വിനീത കൊടുത്ത കത്തിച്ച നിലവിളക്കുമായി മീനു ആ വീടിന്റെ പടി കയറി. വിളക്ക് ഇവിടെ വെച്ചോ, ഇതാണ് എന്റെ ദൈവങ്ങൾ. മീനിന്റെ അടുത്തുനിന്ന് മനു അച്ഛന്റെയും അമ്മയുടെയും ഫോട്ടോ വെച്ചിരിക്കുന്ന ടേബിൾ കാണിച്ചു കൊടുത്തു. മീനു പതിയെ വിളക്ക് അവൻ കാണിച്ച സ്ഥലത്ത് തന്നെ വെച്ചു. പിന്നെ കണ്ണുകൾ അടച്ച് തൊഴുതു കൈയോടെ ആ അച്ഛന്റെയും അമ്മയുടെയും ചിരിക്കുന്ന മുഖങ്ങളിൽ നോക്കി. പിള്ളേർക്ക് മധുരം കൊടുക്കണം വിനീതെ. അങ്ങോട്ട് കയറി വന്ന രമേശൻ രണ്ടാളെയും സെറ്റിൽ പിടിച്ചിരുത്തിക്കൊണ്ട് പറഞ്ഞു. വിനീത ഒരു ഗ്ലാസ്സിൽ പാൽപായസം വിളമ്പിക്കൊണ്ടുവന്ന് സ്പൂണിൽ കോരി മനുവിനെ കൊടുത്തു. അതുപോലെ മീനുവിനും. ഇരുവരും ഓരോ സ്പൂൺ കഴിച്ചു. ഇനി വീടൊക്കെ ഒന്ന് കണ്ടിട്ടിരിക്കാം നമുക്ക്, രമേശൻ മെല്ലെ പറഞ്ഞു. അത്യാവശ്യം വലിപ്പമുള്ള 3 ബെഡ്റൂം, 3 അറ്റാച്ച്ഡ് ആണ്. അതുപോലെ നല്ല വലിപ്പത്തിലാണ് ഹാൾ, പിന്നെ ഡൈനിങ് ഏരിയ, വലിയ കിച്ചൺ, അതുപോലെ സിറ്റ് ഔട്ട് ഒക്കെ കൂടി നല്ലൊരു വീട്. പക്ഷേ വൃത്തിയാക്കാനോ ഒതുക്കി പറക്കാനോ തൂത്തു തുടയ്ക്കാനോ ആളില്ലാതെ വൃത്തികേടായി കിടക്കുന്നു. ഇവിടെ ആൾ താമസമില്ലായിരുന്നു തോന്നുന്നു. കല്യാണമായിട്ടെങ്കിലും ഒന്ന് വൃത്തിയാക്കി കൂടെ ഇതുങ്ങൾക്ക്? വീടൊക്കെ കണ്ട് കുശുമ്പ് കുത്തി വന്ന ശാലിനിക്കാകെ പറയാൻ കിട്ടിയത് അതാണ്. ഇവളെപ്പോലെ ഒരുത്തിക്ക് പിന്നെ ഇതൊക്കെ അധികമാണ്. ജലജയും കൂടെ ചേർന്നു. ഇതൊക്കെ കേട്ടുവെങ്കിലും തുളസി ഒന്നും മിണ്ടിയില്ല. എന്നാൽ ശരത്തെ രണ്ടാളെയും നോക്കി കണ്ണോട്ടി. അതോടെ രണ്ടും വായടച്ച് മിണ്ടാതിരുന്നു. ദേവു, വീണേ, നിങ്ങൾ കൊച്ചിനെ വിളിച്ചു കൊണ്ടുപോയോ? വേഷം മാറ്റിച്ചേ, വിനീത പറഞ്ഞു. വടി ഹേട്ടത്തിയമ്മേ. ദേവു മീനുവിനെയും വിളിച്ച് മനുവിന്റെ റൂമിലേക്ക് കയറി. പിന്നാലെ മടിച്ച് വീണയും കൂടെ തൊട്ടടുത്ത് താമസിക്കുന്ന 2-3 കുട്ടികളും. ഇനി സാരി ഒന്നും വേണ്ട മീനു, ദാ ഇത് മതിയൊന്ന് നോക്കിക്കേ. ദേവു അലമാരയിൽ നിന്നും ഒരു ഫുൾ സ്കേർട്ടും ടോപ്പും എടുത്ത് മീനുവിനെ കാണിച്ചിട്ട് ചോദിച്ചു. മീനു പതിയെന്ന് മോളി. അതോടെ ദേവും അവിടെ ഇട്ടിരുന്ന സ്വർണവും ഫാൻസിയും ആഭരണങ്ങൾ തരം തിരിച്ച് ഊരി ബോക്സുകളിലാക്കി അലമാരയിൽ വെച്ച് പൂട്ടി. മുടിയിലെ സ്ലൈഡും പൂവുമൊക്കെ മാറ്റി അഴിച്ചെടുത്തു. മീനു ഉടുത്തിരുന്ന പട്ടുസാരി അഴിച്ച ബെഡിലിട്ട് ദേവു. ഇനി എന്റെ മീനു പോയി ഇന്ന് ഫ്രഷ് ആയി വാ, ദേവു പറഞ്ഞതും മീനു മാറാനുള്ള ഡ്രസ്സും എടുത്ത് ബാത്റൂമിൽ കയറി. ഇതൊന്ന് പിടിച്ച് വീണേച്ചി. സാരി നിവർത്തി പിടിച്ചുകൊണ്ട് വല്ലായ്മയോടെ ഇരുന്ന വീണയോടും ദേവു പറഞ്ഞു. മറ്റേ കുട്ടികൾ നിലത്ത് വീണ പൂവൊക്കെ എടുത്തു മാറ്റി. വീടിനുള്ളിൽ മൊത്തം അഴുക്ക് പിടിച്ചു പോയി അല്ലേ ദേവേച്ചി? തൊട്ടടുത്ത വീട്ടിലെ മാളു ചോദിച്ചു. ഇവിടെ ആരാ ഉള്ളത് വൃത്തിയാക്കാൻ? പാവം മനുവേട്ടൻ. മാളുവിന് മറുപടി പറഞ്ഞത് അവളുടെ ചെറിയമ്മയുടെ മകൾ സ്നേഹയാണ്. ഈ പെണ്ണതിന് അകത്തെന്തോ ചെയ്യുവാണോ? അരമണിക്കൂറായി കയറിയിട്ട്. ദേവു മീനുവിനെ വിളിക്കാനായി എഴുന്നേറ്റതും മുറിയിലേക്ക് മനു കയറി വന്നു. എന്താ ദേവു, അവളെവിടെ? മനു ദേവുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ബാത്റൂമിൽ കയറിയിട്ട് ഒരുപാട് നേരമായി മനുവേട്ട, ഞാൻ വിളിക്കാൻ പോവായിരുന്നു, ദേവു അവനോട് പറഞ്ഞു. വീണ കുറച്ച് മാറി മുഖം കുറിച്ച് നിൽപ്പുണ്ടായിരുന്നു. വിളിച്ചു നോക്കിയ ദേവു. മീനോ, എടി മീനോ, എന്തൊരു കുളിയാടി? മനു വിളിക്കാൻ പറഞ്ഞതും ബാത്റൂമിൽ ഡോർ പൊളിയും പോലെ തട്ടി വിളിച്ചു ദേവു. എടി ഇപ്പൊ വരാം, കഴിഞ്ഞു ഒരു 5 മിനിറ്റ്, മീനു ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് വിളിച്ചു പറഞ്ഞു. മനുവേട്ടാ, അവള് കുളിച്ചു കഴിഞ്ഞു, ഇപ്പൊ ഇറങ്ങും, ഞങ്ങൾ പുറത്തോട്ട് ഇറങ്ങുവാണ്, ഏട്ടൻ വരുമ്പോ അവളെ കൂടെ കൊണ്ടുവരണേ. വീണയുടെ മങ്ങി മുഖം കൂടെ കണ്ടതോടെ ദേവുവും മനുവിനോട് പറഞ്ഞു. നിങ്ങൾ പൊയ്ക്കോ. മനു സമ്മതിച്ചതോടെ എല്ലാവരും പുറത്തേക്ക് ഇറങ്ങിപ്പോയി. അവൻ ചെന്ന് വാതിൽ അടച്ച് കുറ്റിയിട്ടു. മീനു ബാത്റൂമിൽ നിന്നും ഇറങ്ങി വരുമ്പോൾ മനു ബെഡിൽ ഫോൺ നോക്കി ഇരിപ്പുണ്ടായിരുന്നു. അവനെ കണ്ടതോടെ പെണ്ണൊന്ന് വിറച്ചു. മനു പതിയെ എഴുന്നേറ്റ് അവൾക്കരികിൽ വന്നു. ആ തോർത്തം തന്നാൽ ഞാനും കൂടെ കുളിക്കായിരുന്നു, വിറച്ചു നിൽക്കുന്നവളെ അരികിൽ വന്ന് ചിരി അടക്കി പിടിച്ച് മനു പറഞ്ഞു. മൂളിക്കൊണ്ട് തലമുടി ചുറ്റിക്കെട്ടി വെച്ചിരുന്ന തോർത്തഴിച്ചെടുത്ത ശേഷം മനു അവളിൽ നിന്നും അത് വാങ്ങിയെടുത്തു. ഞാൻ വന്നിട്ട് ഒരുമിച്ച് പോയാൽ മതി കേട്ടോ. മുഖമൊക്കെ തുടച്ചു ദേവു എന്തൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്. പൊട്ട്, പൗഡർ, കൺമഷി, അതൊക്കെ വെച്ച് ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നിൽക്ക്, വിറച്ചു നിൽക്കുന്ന മീനുവിനോട് പറഞ്ഞിട്ട് മനു ബാത്റൂമിൽ കയറി. അതിന്റെ ഉള്ളിൽ രാവിലെ വരെ ഉണ്ടായിരുന്ന പായലോ പൂപ്പലോ ഒന്നുമില്ല, ക്ലീനായി കിടക്കുന്നുണ്ട്. അയ്യോ എന്റെ പൊടിയേ, വന്ന അന്ന് തന്നെ എന്റെ കൊച്ചി ഇതൊക്കെ ചെയ്തോ? എന്റെ ബാത്റൂമിന് ഇത്രയും ഭംഗി ഇത് പണിതപ്പോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാത്റൂമിന്റെ വാതിൽക്ക് നിന്ന് മനു മീനുവിനോട് വിളിച്ചു ചോദിച്ചു. അവൻ വിളിച്ചതോ പറഞ്ഞതോ ഒന്നും മനസ്സിലാവാതെ മീനു വീഴ്ച നിന്നു. മനച്ചുണ്ടിൽ വിരിഞ്ഞ ചീയോടെ കുളിക്കാൻ കയറി. മീനു വേഗം മുടിയൊക്കെ കുടഞ്ഞിട്ട് നേരത്തെ ദേവ് കാണിച്ചു കൊടുത്ത ബോക്സിൽ നിന്നും പൗഡർ എടുത്തു. ക്രീമുകളൊക്കെ കണ്ടുവെങ്കിലും അതേക്കുറിച്ചൊന്നും അറിയാത്തതിനാൽ അതൊന്നും അവൾ തൊട്ടില്ല. പൗഡർ ഇട്ടു, പൊട്ടുവെച്ചു. ഒരു കുഞ്ഞ് ബട്ടർഫ്ലൈ ക്ലിപ്പെടുത്ത് അല്പം മുടി ഇരു സൈഡിൽ നിന്നും എടുത്ത് ഒരു ക്ലിപ്പിട്ടു. അതോടെ ഒരുക്കം കഴിഞ്ഞു. മനു ഫ്രഷായി ഇറങ്ങി വരുമ്പോൾ മീനു തുറന്നിട്ട ജനാലയുടെ അടുത്ത് പുറത്തേക്ക് നോക്കി നിൽക്കുവാണ്. ഏയ് പൊടി, മനു അവൾക്ക് അരികിൽ വന്ന് നിന്ന് വിളിച്ചു. മീനു ഞെട്ടി തിരിഞ്ഞ് അവനെ നോക്കി. ഏയ് പേടിച്ചു പോയോ? എന്തിനെങ്ങനെ ഞെട്ടുന്നേ? മനുവിന് അവളെ നിൽപ്പും ദയനീയമായ നോട്ടവും കണ്ട് പാവം തോന്നിപ്പോയി. അത് പിന്നെ പൊടി അതാരാ? വിക്കി മനു അവനോട് ചോദിച്ചു. അതെ, ഈ പൊടി ദാ ഈ കുഞ്ഞാണ്. ഈ പൊടിക്ക് ഇതൂടെ തൊട്ടാൽ ഭംഗി കൂടും, തൊട്ടു തട്ടെ. ടേബിളിരുന്ന സിന്ദൂരം കയ്യിലെടുത്ത് വെച്ച് മനു അവളോട് പതിയെ ചോദിച്ചു. അവന്റെ കയ്യിൽ സിന്ദൂരച്ചെപ്പ് കണ്ടതോടെ കണ്ണുകൾ വിടർത്തി മീനു മോളി.
മനു മോതിരവിൽ തൊട്ട സിന്ദൂരം മീനുവിന്റെ സീമന്തരകിൽ അണിയിച്ചു കൊടുത്തു. ഇപ്പോഴല്ലേ എന്റെ പൊടിയായത്, അവൾ താഴ്ത്തുമ്പിൽ പിടിച്ച് ഓമനിച്ച മനു പറഞ്ഞു. ആദ്യമായി ആ കുഞ്ഞു മുഖത്ത് നാണം നിറഞ്ഞത് അവൻ കണ്ടു. മനുവിന്റെ ചുണ്ടിലെ ചിരി കുറച്ചുകൂടെ തെളിഞ്ഞു. ഇനി പോകാവോ പുറത്തേക്ക്? എല്ലാരും കാത്തിരിക്കുമായിരിക്കും. മനു മീനുവിന്റെ കയ്യിൽ കൈ കോർത്ത് പിടിച്ചു പറഞ്ഞു. പോവാം. ആദ്യമായി ആ ശബ്ദം നേർമയിൽ മനു കേട്ടു. മീനുവിനെ തന്നോട് ചേർത്ത് പിടിച്ച് പുറത്തേക്ക് നടക്കുമ്പോൾ ആ കുഞ്ഞുടൽ വിറയ്ക്കുന്നത് മനു പറഞ്ഞു. പുറത്തേക്ക് വരുമ്പോൾ മീനുവിട്ടിരുന്ന ഡ്രസ്സ് കണ്ണെടുക്കാതെ നോക്കി ശാലിനി. അന്ന് അവിടെ വെച്ച് ഇഷ്ടമായതാണ് ആ സ്കേർട്ടും ടോപ്പും. എന്നും തന്റെ പഴയ തുണിയും ബാഗും ബുക്കും ഉപയോഗിച്ചവൾക്ക് ഇന്ന് അത്യാവശ്യം നല്ല ജീവിതം കിട്ടിയിരിക്കുന്നു. ആ ചിന്ത തന്നെ അവളുടെ മുഖത്തെ തെളിച്ചം കെടുത്തി. അമ്മ. മനു കൈവിട്ടതും വിനീതയോട് സംസാരിച്ചിരുന്ന തുളസിയുടെ അരികിലെത്തി മീനു. അമ്മയുടെ കുഞ്ഞ് വീണ്ടും കുളിച്ചോ? തുളസി മീനുവിന്റെ കൈ മുട്ടോളം നീളമുള്ള കട്ട തലമുടി പിടിച്ചു നോക്കി ചോദിച്ചു. മീനു ചിരിയോടെ തലയാട്ടിക്കൊണ്ട് മോളി. അച്ഛനോ? മീനു പതിയെ തുളസിയുടെ ചെവിയിൽ തിരക്കി. കഴിക്കുന്നു. അച്ഛമ്മയും ശരത്തും ഒക്കെയുണ്ട്. ഞാനും ശാലിനിയും ഒക്കെ കഴിച്ചു. മക്കൾ രണ്ടും കഴിച്ചില്ലല്ലോ. അടുത്തേക്ക് വന്ന മനു കൂടെ നോക്കി തുളസി. കഴിക്കാമ്മ. അമ്മ കഴിച്ചോ? തുളസിയോട് കാര്യമായി തന്നെ മനു സംസാരിച്ചു. ഞാനൊക്കെ കഴിച്ചു. ഇനി നിങ്ങളെയുള്ളൂ കഴിക്കാൻ. ചെല്ലു പോയി കഴിച്ചിട്ട് വാ. തുളസി പറഞ്ഞതോടെ മീനു മനുവിന്റെ കൈയും പിടിച്ച് മനു ഊണ് കഴിക്കാൻ പോയി. എനിക്ക് പിന്നെ മതി. മീനു തന്റെ മുന്നിലിരുന്ന് കഴിക്കുന്ന ശിവൻകുട്ടിയെയും ജലജയും നോക്കി മീനു പതിയെ മനുവിനോട് പറഞ്ഞു. ആ മുഖത്തും കണ്ണുകളിലും നിമിഷം നേരം കൊണ്ട് ഭയം നിറഞ്ഞത് മനു അറിഞ്ഞു. ഇടത്തെ കൈ കൊണ്ട് അവളെ നെഞ്ചിലേക്ക് അണച്ചു പിടിച്ചുകൊണ്ട് വന്ന് അവർക്ക് എതിർവശത്തിരുന്നു. നിഖിലേ, വിളമ്പടാ. വല്ലാത്ത വിശപ്പ്. എന്റെ പൊടിക്കാതിലും വിശക്കുന്നുവെന്ന്. അവളുടെ കയ്യിൽ പിടിവിടാതെ മനു ശിവൻകുട്ടിയെയും ജലജയും നോക്കിക്കൊണ്ട് വിളമ്പാൻ കൂട്ടുകാരോട് പറഞ്ഞു. ശിവൻകുട്ടി നിവർന്ന് നോക്കാതെ ഇരുന്ന് കഴിച്ചെങ്കിലും ജലജ പല്ല് കടിച്ചു പൊട്ടിച്ചു. മനുവും മീനും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന കാണി തുളസിയുടെ ഉള്ളിൽ പല ഓർമ്മകളും തിളച്ചു മറിഞ്ഞു. അച്ഛനും മക്കളും അച്ഛമ്മയും ഒരുമിച്ചിരുന്ന് കഴിക്കുമ്പോൾ അവരെ വാരിയൂട്ടി സന്തോഷിക്കുന്ന അച്ഛന്റെ കയ്യിൽ നിന്നൊരു ഉരുളച്ചോറിന് കൊതിച്ച ഒരു 3 വയസ്സുകാരി തന്റെ സാരത്തുമ്പിൽ പിടിച്ച് വിതുമ്പിക്കരഞ്ഞത്. അവർക്കൊപ്പം ഈ 18 വർഷകാലവും ഒരുമിച്ചിരുന്ന് ഒരു പിടി ചോറ് കഴിക്കാത്ത എന്റെ കുഞ്ഞും ഇന്ന് അവർക്ക് മുന്നിൽ ആണൊരുത്തിന്റെ കൈ പിടിച്ച് തല ഉയർത്തി നിൽക്കുന്നു. എന്നും അവൾക്ക് സന്തോഷം സമാധാനം കൊടുക്കണ ഈശ്വര. ചിന്തകൾക്കൊടുവിൽ വേദനയുടെ അതിലേറെ സന്തോഷത്തോടെ തുളസി കണ്ണുകൾ മുറുക്കി അടച്ചു. അമ്മ, പോവാൻ പോവാണോ? ഞാൻ ഒറ്റയ്ക്ക്, എനിക്ക് പേടിയാണ്. ഇറങ്ങാമെന്ന് അരവിന്ദൻ പറഞ്ഞതും ശിവൻകുട്ടിയും അമ്മയും മോളും പോകാൻ തയ്യാറായി. തുളസിയും ശരത്തും മീനുവിന്റെ അരികിൽ വന്ന് യാത്ര പറഞ്ഞു. അപ്പോഴാണ് വിങ്ങി പൊട്ടിക്കൊണ്ട് മീനുവിന്റെ പറച്ചിൽ. അത് കേട്ട് തുളസി കരഞ്ഞുപോയി. അയ്യേ, എന്തിനെ പേടി? ദേ എന്റെ അളയും ഈ മീനുട്ടിയെ പൊന്നുപോലെ നോക്കിക്കോളും. കരയാതെ സന്തോഷമായിട്ടിരിക്കും. ദേ മീനു. കരഞ്ഞുകൊണ്ടാ അമ്മയും കരയുന്നത്. ശരത്ത് മീനുവിനോട് പറഞ്ഞ് സമാധാനിപ്പിക്കാൻ ശ്രമിച്ചു. എന്റെ അമ്മയെ നോക്കണേട്ടാ. എന്റെ വിങ്ങിക്കരഞ്ഞുകൊണ്ട് ശരത്തിന്റെ കയ്യിൽ മുറുക്കെ പിടിച്ചു മീനു. നോക്കിക്കോളാം. ഇനി എനിക്ക് കോളേജിൽ എക്സാം എഴുതാൻ പോയാൽ മതി. അതുകൊണ്ട് അമ്മയ്ക്കൊപ്പം എന്നും ഞാൻ കൂടെ ഉണ്ടാകും. ഏട്ടന്റെ കുഞ്ഞ് വിഷമിക്കല്ലേ. ശരത്ത് പറഞ്ഞു കേട്ട് കുഞ്ഞിക്കുട്ടിയെപ്പോലെ മൂളി തലയാട്ടുന്ന മീനുവിനെ കാണി വല്ലാത്ത വാത്സല്യം തോന്നി കണ്ടു നിന്ന ഓരോരുത്തർക്കും. വാ. ശരത്ത് കൈ നീട്ടി മീനുവിന്റെ കയ്യിൽ പിടിച്ച് മനുവിന്റെ അരികിൽ കൊണ്ടു നിർത്തി. അകന്നു പോകുന്ന 2 കാറുകളിൽ പിന്നാലെ പോകുന്നതിൽ തന്റെ അമ്മയുണ്ട്. ഈ കാലം അത്രയും എനിക്ക് വേണ്ടി ജീവിച്ച വേദനിച്ച എന്റെ അമ്മ, എന്റെ മാത്രം അമ്മ. കാറുകൾ പോയ വഴി നോക്കിയെന്ന് വിതുമ്പിക്കരയുന്നവളെ വിഷമത്തോടെ എല്ലാരും നോക്കി നിന്നു. മനു, കൊച്ചിനെ വിളിച്ചോണ്ട് കയറിപ്പോടാ. കിരണും മകിലും കൂടെ മനുവിനോട് പറഞ്ഞു. മീനു, കരയില്ലെടി. നാളെ നിനക്ക് പോയി അമ്മയെ കാണാലോ. മീനുവിന്റെ അടുത്തുനിന്ന് ദേവു അവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു. മീനു വാ. മനു അവളുടെ അടുത്തേക്ക് വന്ന് കൈ കോർത്ത് പിടിച്ചു പൊളിച്ചു. എടാ, ഇതൊക്കെ കേറ്ററിംഗുകാർ വന്ന് കൊണ്ടുപോയിക്കോളാം. എല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ പോയിട്ട് വൈകിട്ട് വരാം, കിരൺ പറഞ്ഞു. എടാ, വരുമ്പോ അമ്മയും അച്ഛനെയും ഒക്കെ വിളിച്ചോണ്ട് വരണേ. നിഖില നിന്നോടുകൂടെയാണ്. ഓ, കൊണ്ടുവരടാ. ഞങ്ങളിപ്പോ പോവാണേ. മീനുട്ടി, ഏട്ടന്മാർ പോയിട്ട് വൈകിട്ട് വരാം കേട്ടോ. നിഖിൽ മീനുവിനോട് പറഞ്ഞു. അവൾ പതിയെ തലയാട്ടിയെങ്കിലും അപ്പോഴും കണ്ണു നിറഞ്ഞ് തുളുമ്പുന്നുണ്ടായിരുന്നു. നിന്റെ കൂടെ ഓട്ടോ ഓടുന്ന ആ ഇത്തിരി പ്രായമുള്ള ഒരാളില്ലേ, മീനിന്റെ വീടിന്റെ അടുത്തുള്ള, അയാളെ വിളിച്ചില്ലേ? മനു, നീയ? രമേശൻ മനുവിനെ നോക്കി. ആ, പറഞ്ഞതാണ്. ദേവദാസി ചേട്ടന്റെ ഭാര്യ ലൂസി ചേച്ചിക്ക് ശ്വാസമുട്ടൽ, ആശുപത്രിയിൽ പോയിരിക്കുക, വൈകിട്ട് വരും. പറയുമ്പോൾ മനുവിന്റെ കണ്ണുകൾ മീനുവിനെ നോക്കുകയായിരുന്നു. എടാ, എന്നാ നിങ്ങൾ അകത്തേക്ക് പോയിക്കോ. ഞങ്ങളിപ്പോ അപ്പുറത്തേക്ക് പോവാണ്, വൈകിട്ട് വരാം. രമേശൻ മനുവിനോട് പറഞ്ഞിട്ട് അവിടെ വീട്ടിലേക്ക് നടന്നു. പിന്നാലെ മനുവിനെ നോക്കി വിനീതയും ആരെയും തലയുയർത്തി നോക്കാതെ വീണയും പോയി. എടി മീനുവേ, ഞാൻ പോയി ഈ വേഷമൊക്കെ മാറിയിട്ട് വരാം. അതുവരെ നീ മനുവേട്ടന്റെ കൂടെ പോയി റെസ്റ്റ് എടുത്തു. അതോ വീട്ടിലേക്ക് വരുന്നോ? ദേവു മീനുവിന്റെ മുഖത്തേക്ക് നോക്കി. മീനു മനുവിനെയും. നീ ഇപ്പൊ പോയിട്ട് വാ ദേവു, മീനു പിന്നീട് വരും. മനു പെട്ടെന്ന് പറഞ്ഞതോടെ ദേവുവും മീനുവിനെ ഒന്ന് നോക്കിയിട്ട് വീട്ടിലേക്ക് പോയി.
നമുക്ക് അകത്തേക്ക് പോകാവോ പൊടിയേ? മനുവിന്റെ ചോദ്യം കേൾക്കെ മീനു ഞെട്ടലോടെ അവനെ നോക്കി. പിന്നെ പതിയെ തലയനക്കി. വാ. മനു അവളെ ചേർത്ത് പിടിച്ച് വീടിനുള്ളിൽ കയറി. കുറച്ച് കിടന്നാലോ പൊടിയേ? മനു അവളെ നോക്കി. വേണ്ട, എനിക്ക് കിടക്കണ്ട, ഇവിടെ ഇരുന്നോളാം. മീനു മുഖം കുനിച്ചു നിന്ന് പറഞ്ഞു. അതിപ്പോ എന്റെ പൊടിക്ക് ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കോ? എനിക്ക് എന്തായാലും കിടക്കണം, കൂടെ എന്റെ പൊടിയും. മനു അവൾക്കരികിൽ നിന്ന് ചേർന്ന് നിന്നു. ഞാനിവിടെ ഇരുന്നോളാം. ഇത്തിരി കഴിയുമ്പോ ദേവു വരും. വിറച്ച് വിറച്ച് മീനു പറഞ്ഞു. അവളെ സംസാരം കേട്ടിരുന്ന മനുവിന് ആ കുഞ്ഞിപ്പെണ്ണിനോട് തനിക്ക് തോന്നിയ വികാരം അത് പ്രണയമാണോ വാത്സല്യമാണോ എന്ന് തിരിച്ചറിയാനായില്ല. എന്നാ എന്റെ പൊടി ഒരു കാര്യം ചെയ്തു. ദാ ഇവിടെ ഇരുന്ന TV കണ്ടു. മനു TV ഓൺ ചെയ്ത് വെച്ചിട്ട് റിമോട്ട് അവളുടെ കയ്യിൽ കൊടുത്തു. എനിക്കിതൊന്നും അറിയൂല, മുഖം കുനിച്ചിരുന്ന മീനു പറഞ്ഞു. അതിനല്ലേ എന്റെ പൊടിയെ ഞാനിവിടെ മല പോലെ നിൽക്കുന്നത്. ദാ ഇങ്ങോട്ട് നോക്കിയേ. മനു അവൾക്ക് അടുത്തിരുന്ന് TV ഓൺ ചെയ്തതും ഓഫ് ചെയ്യുന്നതും ചാനൽ മാറ്റുന്നതും വോളിയം കൂട്ടുന്നത് കുറയ്ക്കുന്നതൊക്കെ പറഞ്ഞു കൊടുത്തു. മനസ്സിലായോ എന്റെ പൊടിക്ക്? മനു ചോദിക്കുക. അവളുടെ ചുണ്ടിൽ ചെറിയൊരു ചമ്മലോടെയുള്ള ചിരി വിരിഞ്ഞു. എന്താ ചിരിക്കുന്നേ? മനു ആ മുഖത്തേക്ക് പാറിക്കിടന്ന കുഞ്ഞു മുടിയിഴകൾ ഒതുക്കി വെച്ചു കൊടുത്തിട്ട് ചോദിച്ചു. ചുമ്മാതെ ചിരിച്ചതാണ്. മീനൊരു നാണം വന്നു. എന്തിനാ വന്നെന്ന്? അന്ന് ഈ ബാത്റൂം കഴുകാൻ പോയത്. ഞാനത് ഇടയ്ക്കൊക്കെ ക്ലീൻ ചെയ്യുന്നതാണ്. മനു കണ്ണു മാത്രം ഉയർത്തി കള്ളനോട്ടം നോക്കി പറഞ്ഞു. അത് ഞാൻ കുളിക്കാൻ കയറിയപ്പോ ആകെ വഴുക്കലായിരുന്നു. അപ്പൊ കഴുകിയിട്ട് കുളിക്കാന്ന് കരുതി. ഇനിയും ശരിക്കും ക്ലീൻ ആയില്ല. ഒരിക്കൽ കൂടെ കഴുകുമ്പോൾ വൃത്തിയാകും. വിടർന്ന ചിരിയുടെ മീനു പറഞ്ഞു. ഹലോ, എനിക്ക് അങ്ങോട്ട് വരാവോ? സിറ്റൗട്ടിൽ നിന്ന് ദേവ് വിളിച്ചു ചോദിച്ചു. ഇങ്ങോട്ട് കയറി വാടി. നിനക്ക് കയറി വരാൻ അനുവാദം വേണോ പെണ്ണേ? ഒരു ഇളിയോടെ കയറി വന്ന ദേവുവിന്റെ തലയിൽ ഒരു കൊട്ടു കൊടുത്തു മനു. അതില്ല, പക്ഷെ എന്റെ അമ്മ പറഞ്ഞു ഞങ്ങളെല്ലാരും കൂടെ വന്ന് ഈ ചേച്ചിക്കൂടെ ശല്യം ചെയ്യരുതെന്ന്. ദേവുവിന് പിന്നാലെ കയറി വന്ന സ്നേഹയും മാളവും പറഞ്ഞു. ആണോ? ജയമാമയെ കാണട്ടെ. എന്റെ പെങ്ങന്മാരോട് ഇങ്ങനെ പറയാൻ പാടുണ്ടെന്ന് ചോദിക്കണം. മനുവിന്റെ അടുത്ത് വന്നിരുന്ന ഇരുവരോടുമായി മനു പറഞ്ഞു. മാളു ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? മീനു ചോദിച്ചു. ഞാൻ 10ാം ക്ലാസ്സാണ് ചേച്ചി. ഇവൾ 8ലും. മാളു സ്നേഹയെ നോക്കി പറഞ്ഞു. എന്നാൽ നിങ്ങൾ 4 കൂടെ ഇവിടെ ഇരുന്നു. ഞാൻ കുറച്ചു നേരം പോയി കിടക്കാൻ പോവാ. മനു എഴുന്നേറ്റ് റൂമിലേക്ക് പോയി. മനുവേട്ടനോട് കൂട്ടായോടി, പാവാണ്, സ്നേഹാണടി. മാമി പോയപ്പോ ഒരുപാട് സങ്കടമായിരുന്നു എന്ന് അച്ഛൻ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ഞാനന്ന് കുഞ്ഞല്ലേ, എനിക്കത് ഓർമ്മയില്ല. പക്ഷെ മാമൻ പോയതോടെ മനുവേട്ടന് ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു. പിന്നെ ചേച്ചിയുമായി പ്രണയം തുടങ്ങിയപ്പോ എപ്പോഴും സന്തോഷമായിരുന്നു. ഇപ്പൊ കഴിഞ്ഞ 1.5 വർഷമായി തകർന്ന് ജീവിക്കുകയായിരുന്നു. ഇനി നീ വേണം മനുവേട്ടന്റെ കൂടെ എപ്പോഴും. മാമിയും മാമനും മനുവേട്ടനെ ഉണ്ണി എന്നാ വിളിച്ചിരുന്നേ. വേറെ ആരെയും അങ്ങനെ വിളിക്കാൻ അവരും മനുവേട്ടനും സമ്മതിച്ചിട്ടില്ല. അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അവരെയൊക്കെ. പറഞ്ഞു നിർത്തുമ്പോൾ ദേവുവിന്റെ ശബ്ദത്തിൽ സങ്കടം കലർന്നു. അതൊക്കെ പോട്ടെ ചേച്ചി, നമുക്ക് വേറെ എന്തേലും പറയാം. ദേവു പറഞ്ഞതോടെ കേട്ടിരിക്കുന്ന മീനുവിന്റെ കണ്ണ് നിറയുന്നത് കണ്ട് മാളു പറഞ്ഞു. നമുക്കിവിടൊക്കെ ക്ലീൻ ചെയ്താലോ? കൂടുതൽ കുഞ്ഞായ സ്നേഹ ചോദിച്ചു. അതാണ് നല്ലത്, നമുക്ക് ചെയ്യാമോ? മീന് സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു. അത് വേണോ? നമുക്ക് മനുവേട്ടനോട് പറഞ്ഞ് ഒരാളെ വെച്ച് ചെയ്യിക്കാം. ദേവു മടിയോടെ മൂവരെയും നോക്കി. അതൊന്നും പറ്റൂല. മനുവേട്ടൻ ഉണരുമ്പോ വീട് കണ്ട് ഞെട്ടണം. മാളും കൂടെ പറഞ്ഞതോടെ ദേവുവും മുഖം വിറപ്പിച്ചു പതിയെ എഴുന്നേറ്റു. ആദ്യം എവിടുന്ന് തുടങ്ങേണ്ട മീനു ചേച്ചി? സ്നേഹം മീനുവിന്റെ മുഖത്തേക്ക് നോക്കി. അടുക്കള നിന്ന് ആരംഭിക്കാം, മീനു സന്തോഷത്തോടെ പറഞ്ഞു. ജോലി ചെയ്യാനുള്ള ആത്മാർത്ഥത നോക്കിയേ ഈ പെണ്ണിന്. ദേവു മീനുവിനെ കണ്ണൂട്ടി നോക്കി. മീനു ചിരിച്ചു കാണിച്ചു. അതോടെ 4 പേരും കൂടെ അടുക്കളയിലേക്ക് നടന്നു. ഓ എന്റെ ഈശ്വര, ഇതിപ്പോ എവിടുന്ന് തുടങ്ങും മീനു? വലിച്ചു വാരിയിട്ടിരിക്കുന്ന നിലവും സ്ലാബും ഒക്കെ നോക്കി ദേവു തിരക്കി. മീനു സിങ്കിൽ നോക്കി പാത്രം നിറഞ്ഞു കിടക്കുന്നു. അതേപോലെ സ്ലാബിലും പാത്രങ്ങളുണ്ട്. കബോർഡുകൾ പകുതി അടച്ചും ബാക്കി തുറന്നുമൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലും എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. കുറേശ്ശെ വൃത്തിയാക്കാം, അല്ലാതെ എല്ലാം കൂടെ ഒരുമിച്ച് പറ്റുമോ? ദേവു അടുക്കളയിൽ കിടക്കുന്ന അവസ്ഥ കണ്ട് പറഞ്ഞു. അത് കേട്ട് മീനൊന്ന് ചിരിച്ചുണ്ട് പിന്നാമ്പുറത്തെ വാതിൽ തുറന്ന് പുറത്തേക്കിറങ്ങി. വീടിനോട് ചേർന്ന് ഷീറ്റൊക്കെ ഇട്ട് കുറച്ച് ഭാഗം സിങ്കും വിറകും അടുപ്പും ഒക്കെ വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അവിടുത്തെയും അവസ്ഥ ഇത് തന്നെയാണ്. ഇതൊക്കെ ചെയ്യണോ മീനു? ആരെയെങ്കിലും വിളിച്ച് ചെയ്യിക്കാൻ വേണേ, പറയുന്ന കേൾക്കടി. ദേവു മീനുവിനെ പിന്തിരിപ്പിക്കാൻ നോക്കി. അല്ലേലും വിനീതാന്റി പറയും ദേവു ചേച്ചിക്കും വീണേച്ചിക്കും ജോലി ചെയ്യാൻ മടിയാണെന്ന്. സ്നേഹ ദേവുവിനെ തുറച്ചു നോക്കി പറഞ്ഞു. എന്റെ ദേവുദാ അവിടെ ഇരുന്നു, ഇതിപ്പോ കഴിയും. ദേവുവിനെ പിടിച്ച് അവിടെ കിടന്ന സ്റ്റൂളിലിരുത്തിയിട്ട് മീനുവും സ്നേഹയും മാളവും കൂടെ പാത്രങ്ങളൊക്കെ പുറത്തെ സിങ്കിലും പുറത്തിരുന്ന സ്ലാബിലുമൊക്കെയും മാറ്റി. എന്തു പറ്റി മടിച്ചിക്കോതൊക്കെ? സ്ലാബിന്റെ പുറത്ത് വലിഞ്ഞു കയറിന്ന് കബോർഡ് ക്ലീൻ ചെയ്യുന്ന മീനുവിന്റെ കയ്യിൽ നിന്നും അതിന്റെയൊക്കെ ഉള്ളിലിരുന്ന സാധനങ്ങൾ വാങ്ങി നിലത്ത് വെക്കാൻ വന്ന ദേവുവിനോട് 3 കൂടെ ചോദിച്ചു. അതിപ്പോ എനിക്കൊന്നും ചെയ്യാൻ ശീലമില്ല പിള്ളേരെ. പിന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ നോക്കിയിരിക്കാനും തോന്നില്ല, അതാണ്. ചമ്മി ചിരിയോടെ ദേവു പറഞ്ഞു. പിന്നെ 4 കൂടെ കബോർഡെല്ലാം ക്ലീൻ ചെയ്ത് മാറാലയും പൊടിയും ഒക്കെ അടിച്ചു. നിലത്തിറങ്ങി പിന്നെ സ്ലാബൊക്കെ തേച്ച് കഴുകി സ്ലാബും ക്ലീൻ ചെയ്തു. പിന്നെയുള്ളത് തറ വൃത്തിയാക്കലായിരുന്നു.
തൂത്തും പൊടിയും ചപ്പും വാരിക്കളഞ്ഞ് 3 തവണ തുടച്ചു കഴിഞ്ഞപ്പോഴാണ് ഒരു വെളിച്ചം വീണത്. ഒടുവിൽ 4 കൂടെ പുറത്തിറങ്ങി അവിടെ കൊണ്ടുവച്ച പാത്രങ്ങളൊക്കെ കഴുകി റാക്കിലും ബേസിലുമൊക്കെയായി അടുക്കി ഒതുക്കി വെച്ചു. കിച്ചണിൽ വന്നു. കുക്കറുകൾ തന്നെ 4 ഉണ്ടായിരുന്നു. അതൊക്കെ സ്ലാബിൽ കമഴ്ത്തി വെച്ചു. പൊടികളൊക്കെ ഇട്ട് വെക്കുന്ന ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ടിന്നുകളൊക്കെ കഴുകി കഴിഞ്ഞപ്പോൾ 4 കുഴഞ്ഞു പോയി. എൻ്റെ അമ്മേ, ഈ മനുവേട്ടൻ എങ്ങനെയാണോ ഇവിടെ ആഹാരം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്? ദേവു അടുക്കളയിൽ പടിയിലിരുന്ന് ചോദിച്ചു. ഒറ്റക്കരയുള്ളൂ, അതാകും. മീനുവിനും അവന്റെ ജീവിതം ഓർത്ത് സങ്കടം തോന്നി. മറ്റാരും ഇല്ലെങ്കിലും എനിക്ക് സ്നേഹിക്കാനും എന്നെ സ്നേഹിക്കാനും എൻ്റെ അമ്മയുണ്ടല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെ ആരുമില്ലല്ലോ. ആലോചനയോടെ മീനു പറഞ്ഞു. ചേച്ചി നോക്കിക്കേ, സമയം 3:30. നമ്മൾ 3.5 മണിക്കൂർ കൊണ്ടാണ് ഇത്രയും ചെയ്തത്. സ്നേഹ ആഹ്ലാദത്തോടെ പറഞ്ഞു. ഇതിനിടെ സ്നേഹിക്ക് അച്ഛനില്ല. ആൾ ആക്സിഡന്റ് പറ്റി മരിച്ചെന്നും അമ്മയും മകളും കൂടെയുള്ള ആ ജീവിതമാണ്. അമ്മ കാർത്തിക ഒരു തുണിക്കടയിൽ പോകുന്നെന്നും ഒക്കെ പറഞ്ഞു. അതുപോലെ മാളു, അവളുടെ അച്ഛന് ഹാർട്ടിന് അസുഖമാണ്. അവളും ഒറ്റ മകളാണ്. അമ്മയായി ജയ. അവിടെ ഏറ്റവും ഇളയ അനിയത്തിയാണ് സ്നേഹയുടെ അമ്മ കാർത്തിക. നമുക്ക് പാല് ഫ്രിഡ്ജിലുണ്ടെന്ന് നോക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾ ഫ്രഷായി വരുമ്പോൾ ഞാൻ ചായ ഉണ്ടാക്കി വെക്കാം. മീനു പറഞ്ഞിട്ട് ഫ്രിഡ്ജ് തുറന്നു. അടുക്കളയിൽ നേരത്തെ കണ്ട അതേ അവസ്ഥയായിരുന്നു ഫ്രിഡ്ജിലും. പാലും മാവും തൈരും പച്ചക്കറിയും ഒക്കെ ആയിട്ട് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്. അവൾ വേഗം അത് അടച്ചു വെച്ചു. പാലുണ്ടോടി? ഇല്ലെങ്കിൽ വീട്ടിൽ പോയി കുളിച്ച് ചായയും എടുത്തോണ്ട് വരാം. മീനുവിന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അടുത്തിരുത്തിക്കൊണ്ട് ദേവ് പറഞ്ഞു. വേണ്ടടി, പാലുണ്ട്. പഞ്ചസാരയും തേയിലയും ഒക്കെയുണ്ട് ഇവിടെ. ഞാൻ ചായ ഇടാം. നിങ്ങൾ 3 ഫ്രഷ് ആയി വാ. കഴുകാൻ ബക്കറ്റ് എടുത്തപ്പോൾ പഞ്ചസാരയും തേയിലയും കാപ്പിപ്പൊടിയും ഒക്കെ കവറുകൾ കെട്ടിവെച്ചിരിക്കുന്നത് എടുത്തു വെച്ചത് കാണിച്ചു കൊടുത്ത് മീന് മൂവരോടും പറഞ്ഞു. 3 പേരും പോയതോടെ മീന് ചായക്ക് സ്റ്റൗ കത്തിച്ച് പാലും വെള്ളവും മിക്സ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജ് വൃത്തിയാക്കാൻ തുടങ്ങി.